നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരുവാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ ചിന്തിച്ച വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇന്ന് രാത്രിയിൽ ഈ പകല് ചിന്തിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നമുക്ക് തിരിയാം. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ വായിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുവാൻ പോകുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ തന്നെ 21-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. 21-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും ഈ വാക്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കൂടെ റോമാലേഖനം 1-ാം അധ്യായം ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19, 18, 20, 21, 22, 23 നോക്കിയോ, അങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ പ്രധാനമായിട്ട് ഇപ്പം വായിച്ചാട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. 21-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ഹല്ലേലൂയ. ഒരു കൂട്ടരെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ കൂട്ടർ സുവിശേഷം കൊണ്ട് രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത, സുവിശേഷത്തിലൂടെ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടും അതിലൂടെ രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടർ. ആ കൂട്ടരെ ഇവിടെ പറയുക, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുക. അപ്പൊ ദൈവം അറിയിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പേ ദൈവം അവർക്ക് അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾ 1-2 വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. 19-ാമത്തെ വാക്യം ദൈവത്തെക്കുറിച്ച് കണ്ടോ, ദൈവത്തെക്കുറിച്ച് അറിവായിരിക്കുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. അപ്പൊ ദൈവം വെളിവാക്കിയിട്ടുണ്ട് തന്നെ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് ദൈവം ഇതിനു മുമ്പേ വെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്നാ? 20-ാമത്തെ വാക്യം, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങളാൽ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി ദൈവത്തെക്കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നല്ലോ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നോക്കിയേ, എന്നു മുതലാണ് ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയത്? മനുഷ്യൻ എന്നുണ്ടോ അന്നു മുതൽ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയാണ്. ഈ വാക്യം നിങ്ങൾ നോക്കിയേ. ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നല്ലോ തന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. അദൃശ്യനായ ദൈവത്തിന്റെ ലക്ഷണങ്ങൾ നിത്യശക്തിയും ദിവ്യത്വവുമായി എന്ന് മുതൽ ലോക സൃഷ്ടി മുതൽ. ഒന്ന് പറഞ്ഞ എല്ലാവരും ആ വാക്ക്, ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക്, മാനുഷിക ബുദ്ധിക്ക്, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകും വണ്ണം. അല്ലെ, ഒന്ന് വായിച്ചു ബ്രദറെ. അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിയുന്ന തരത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാ തന്നെ വെളിപ്പെടുത്തിയെന്ന് പറയുന്നു? കാലാരംഭം മുതൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകുന്ന ക്രമത്തിൽ, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവാകുന്ന വിധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്താത്തത് കൊണ്ടല്ല മനുഷ്യൻ ദൈവത്തിന്റെ അറിവിനൊത്തവണ്ണം വളരാത്തത്. ഇവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. മനുഷ്യന് ദൈവം തന്നെ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ അറിവിനൊത്തവണ്ണം വളരാത്ത മനുഷ്യരെ നോക്കി നമുക്ക് പറയാമായിരുന്നു, അവർക്കാർക്കും ദൈവത്തെക്കുറിച്ച് അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടാ അവരങ്ങനെ ആയിപ്പോയെ. പക്ഷെ ഇവിടെ കാലാരംഭം മുതൽ ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച സമയം മുതൽ ദൈവം മാനുഷിക ബുദ്ധിക്ക് തെളിവാകുന്ന വിധത്തിൽ, ക്രമത്തിൽ,
തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടും എന്തു പറ്റി? ദൈവം തന്റെ ബുദ്ധിക്ക് തെളിവാകുന്ന തരത്തിൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായ വിധത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. 20-ാമത്തെ വാക്യം. എന്നാൽ അവർക്ക് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. 20-ാമത്തെ വാക്യം, റോമാലേഖനം 1-ാം 20-ാമത്തെ വാക്യം. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവം അവർക്ക് വെളിവാക്കി, തന്നെ തന്നെ ദൈവം അവർക്ക് വെളിവാക്കി കൊടുത്തുവല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി. അവന്റെ അദർശ ലക്ഷണം. കണ്ടോ, ദൈവത്തിലുള്ളത് രണ്ട് കാര്യങ്ങളാണ്, നിത്യശക്തിയും ദിവ്യത്വവും. തൻ്റെ ദിവ്യത്വത്തിലാണ് തൻ്റെ നിത്യശക്തി ഉള്ളത്. ഹല്ലേലൂയ. അപ്പൊ തൻ്റെ നിത്യശക്തിയും തൻ്റെ ദിവ്യത്വവും തൻ്റെ ദൈവത്വവും തൻ്റെ പൂർണ്ണ ആസ്തിക്യവും ദൈവം കാലാരംഭം മുതൽ വെളിപ്പെടുത്തിയിട്ടും താഴേക്ക് വായിച്ചോ. ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവാകും വണ്ണം വെളിപ്പെട്ടു വരുന്നു. ബുദ്ധിക്ക്, മാനുഷിക ബുദ്ധിക്ക് തെളിവാകുന്ന വിധത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ഉദാഹരിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ആകാശത്തെ സൃഷ്ടിച്ചതിലൂടെ മനുഷ്യൻ ആകാശത്തെ കാണുമ്പോൾ, എടോ ഇത് മുഴുവൻ എൻ്റെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന അറിവിനാൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. സൂര്യ ചന്ദ്രാദി നക്ഷത്രാദികളെ സൃഷ്ടിച്ച ദൈവം ഇവയെ കാണുമ്പോൾ ഇവയെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഞാനാണ് എന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഈ മക്കൾ മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചതെന്താ നോക്കിയേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, റോമാലേഖനം 1-ാം 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർക്ക് പ്രശ്നം എന്താ പറ്റിയെന്നറിയോ? ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളെ കണ്ടോ. ദൈവം തന്റെ വെളിപ്പെടുത്തൽ ഒരു ഭാഗത്ത് നടത്തുന്നു, മനുഷ്യൻ തന്റെ നിരൂപണങ്ങളിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. നിരൂപണം എന്ന വാക്ക് എന്നോട് ചേർന്നൊന്ന് പറയാമോ? നിരൂപണങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം ചിന്തകൾ എന്നാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ചിന്തകൾ. എല്ലാവരും പറഞ്ഞേ ചിന്തകൾ. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ മനുഷ്യൻ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ അറിയാതെ സ്വന്തം നിരൂപണങ്ങൾക്കൊത്തവണ്ണം ദൈവം അങ്ങനെ, ദൈവം ഇങ്ങനെ, ദൈവം അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. പക്ഷെ ദൈവം തന്നെക്കുറിച്ചുള്ളത് കാലാരംഭം മുതൽ വെളിപ്പെടുത്തിയിട്ട് ദൈവം പറയുന്നത് ഞാൻ ഇങ്ങനെ. പക്ഷെ മനുഷ്യൻ സ്വന്തം നിരൂപണങ്ങൾ നിറഞ്ഞ് ദൈവം അങ്ങനെയാണ്, ദൈവം അങ്ങനെ ചെയ്ത ദൈവമാണ്, ദൈവം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുക. സ്വന്തം നിരൂപണങ്ങളിൽ വായിച്ചോ വാക്ക്. സ്വന്തം നിരൂപണങ്ങളിൽ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞ് 22-ാമത്തെ വാക്യം. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. കണ്ടോ, ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായി പോയി. അടുത്ത വാക്കൊന്ന് വായിച്ചേ. ദൈവത്തെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടോ, സൃഷ്ടാവായ ദൈവത്തെ ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ, പിന്നെ പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ അവർ ദൈവത്തെ ഉണ്ടാക്കി. ഹല്ലേലൂയ. കാലാരംഭം മുതൽ കാലത്തെ സൃഷ്ടിച്ച ദൈവം ഞാൻ ഇതാണ് എന്ന തരത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുമ്പം മനുഷ്യൻ പറഞ്ഞു വേണ്ട 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 ഇങ്ങനൊന്നും വെളിപ്പെടണ്ട, ഞങ്ങൾ ദൈവത്തെ ഉണ്ടാക്കിക്കോളാം. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയ സൃഷ്ടാവിനെ ഉണ്ടാക്കുവാൻ തുടങ്ങി. നിങ്ങൾ വചനം വായിച്ചാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിലാ ദൈവങ്ങൾ, ഏതൊക്കെ രൂപത്തിലാ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയെന്ന് നോക്കി. ചിലർ മനുഷ്യനിർമ്മിതമായ ദൈവത്തെ ഉണ്ടാക്കി. പിന്നെ പക്ഷി, നാൽക്കാലി, ഇഴജാതി, പറക്കുന്നത്, നടക്കുന്നത്, ഉരകം കൊണ്ട് ചലിക്കുന്നത്. കണ്ടോ, ഇഴജാതിയെ ഉണ്ടാക്കി. നാല് കാലം നടക്കുന്നതിനെ ഉണ്ടായി. ആകാശത്തിലെ പറവകളെ ദൈവമാക്കി. 4 കാലം ചലിക്കുന്നതിനെ ദൈവമാക്കി. ഉരകം കൊണ്ട് നീന്തുന്നതിനെ ദൈവമാക്കി. നിങ്ങൾ നോക്കി, ഇതെല്ലാം സംഭവിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തെ ഇവരങ്ങനെ ആക്കി മാറ്റിയതാണ്. പക്ഷെ കാലാരംഭം മുതൽ ബുദ്ധിക്ക് തെളിവാകുന്ന വിധത്തിൽ ദൈവം അവർക്ക് വെളിവായിരിക്കുകയാണ്. കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിക്കുവാൻ തുടങ്ങി, സൃഷ്ടിയെ ഭുജിക്കുവാൻ തുടങ്ങി, സൃഷ്ടിയെ ആരാധിക്കുവാൻ തുടങ്ങി. അടുത്തത് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. നിഖിൽ ബ്രദർ, ഇങ്ങനെ വായിച്ചു പോയാൽ ആൾക്കാർക്ക് മനസ്സിലാകുകയില്ല. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ സാധാരണക്കാരന് മനസ്സിലാവും. വായിച്ചോ.
ദൈവത്തെ പരിജ്ഞാനത്തിൽ കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടുത്തെ പ്രശ്നം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്ക മനുഷ്യന്റെ പ്രശ്നം ഇതാ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്ന വാക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുമോ? ഒന്നുകൂടെ വിവരിക്കട്ടെ, ഞാനത് ശ്രദ്ധിച്ചു കേട്ടെ. മാനുഷിക ബുദ്ധിക്ക് തെളിവാകുന്ന വിധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടില്ലേ? 16-ാം വാക്യത്തില് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്നിട്ട് അടുത്തത്, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി. കണ്ടോ, അപ്പം ദൈവം തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്? വിശ്വസിക്കുന്ന ആരുടെ ഉള്ളിൽ വരുന്ന ഏക സത്യ നിത്യ ദൈവമായിട്ട് ദൈവം തന്നെ പരിചയപ്പെടുത്തി. ആര് വിശ്വസിച്ചാലും ഞാൻ അവനെ രക്ഷിക്കും, ആര് വിശ്വസിച്ചാലും ഒരു പ്രവൃത്തിയും കൂടാതെ ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കെ ഈ പരിജ്ഞാനത്തിൽ ദൈവത്തെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറായില്ല. മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്നേലും ചെയ്താലേ എനിക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ, ഞാൻ എൻ്റെ കൈകൊണ്ട് ചിലതിനെയൊക്കെ ഉണ്ടാക്കും, ഞാൻ എൻ്റെ കൈകൊണ്ട് ദൈവത്തെ ഉണ്ടാക്കും, ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതിനെ ഞാൻ ആരാധിക്കും. സത്യത്തിൽ ദൈവം പറയാം, മനുഷ്യ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു ക്രൂശിൽ, അതൊന്ന് വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിച്ചാട്ടെ എന്ന് ദൈവം പറഞ്ഞിരിക്കെ മനുഷ്യൻ പറയുക, വേണ്ട, ആ പരിജ്ഞാനത്തിൽ ആ ദൈവത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കണ്ടോ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയത് എന്തായിരുന്നു? ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയത്, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് തൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി വേണ്ടതും മുഴുവൻ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടും വചനം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, അവർക്ക് ഈ ദൈവത്തെ അനുഭവിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുന്നോ ഞങ്ങൾ അതാണ്. ദൈവം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തോ അതാണ് ഞാൻ. പക്ഷേ ഇവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് ഞങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? മനുഷ്യന്റെ പരാജയം മനുഷ്യൻ കാണാൻ വേണ്ടി, നിങ്ങൾ താഴേക്കൊന്ന് വായിച്ചു നോക്കി എന്തെല്ലാം അവസ്ഥകളിലേക്ക് മനുഷ്യൻ വീഴ്ത്തപ്പെട്ടു എന്ന്. അതുകൊണ്ട് 26-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ. കണ്ടോ, മനുഷ്യന്റെ പരാജയം കാണുവാനായിട്ട് ഒരിക്കലും സ്വയമായിട്ട് മനുഷ്യന് രക്ഷപ്പെടത്തില്ല. നിനക്ക് രക്ഷപ്പെടാൻ ഒരു സേവ്യറിനെ, ഒരു രക്ഷകനെ ആവശ്യമാണെന്ന് അറിയാൻ വേണ്ടി, നിന്റെ പരാജയം നീ അറിയാൻ വേണ്ടി എന്ത് സംഭവിച്ചു? ദൈവം അവരെ അവമാന രാഗങ്ങൾ കേൾപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. എങ്ങനെയാ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞത്? 27-ാമത്തെ വാക്യം, പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടും പെണ്ണോടും അവലക്ഷണമായി ഇത് പ്രവർത്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്നാ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ദൈവം തന്നെക്കുറിച്ചുള്ള അറിവ് കൊടുത്ത് മനുഷ്യനെ രക്ഷിക്കാൻ കാത്തിരിക്കേ മനുഷ്യൻ പറയുക, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടോളാം. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ച മനുഷ്യൻ സ്വയപ്രവൃത്തിയിൽ ആശ്രയിച്ചപ്പം ആ സ്വയപ്രവൃത്തിയുടെ പരാജയം കാണിക്കാൻ വേണ്ടി ദൈവം അവരെ അവമാനരാവങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളെ സൂക്ഷിച്ചോളാം. അവിടുത്തെ പുരുഷന്മാർ പറഞ്ഞു, ഞങ്ങളെ സൂക്ഷിച്ചോളാം. പുരുഷന്മാരോട്, ആണോട് അവലക്ഷണം പ്രവർത്തിക്കാൻ തുടങ്ങി, പെണ്ണോട് അവലക്ഷണം പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വാഭാവിക ഭോഗങ്ങളെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. വായിച്ചു നോക്കിയ വാക്ക് ഒന്നുകൂടെ വായിച്ചു, 26-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗത്തിന് ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി. കണ്ടോ, സ്ത്രീ പുരുഷ സംയോജത്തെ സ്ത്രീകൾ വേണ്ടെന്ന് വെച്ചു. സ്ത്രീയും കൂടെ അവലക്ഷണം കാണിക്കുവാൻ തുടങ്ങി, പുരുഷനും കൂടെ അവലക്ഷണം കാണിക്കുവാൻ തുടങ്ങി. എപ്പോഴാണ് ഇത് തുടങ്ങിയത്? ഇവരെ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് വിടുവിക്കാൻ ദൈവം തയ്യാറായിരിക്കെ ഇവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ സത്യത്തെ മറിച്ചു കളഞ്ഞു. വിശ്വാസത്താൽ രക്ഷപ്പെടാം എന്ന സത്യത്തെ മറിച്ചു കളഞ്ഞു. നോക്കിയാൽ നിങ്ങൾ അത് വായിച്ചില്ലേ ആ വാക്ക്? ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ. എന്താ ദൈവത്തിന്റെ പരിജ്ഞാനം? വിശ്വസിക്കുന്ന ഏവനും
രക്ഷിക്കപ്പെടും. ഈ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിച്ച് രക്ഷപ്പെടാൻ മനുഷ്യന് ഇഷ്ടമില്ലാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച്, സ്വന്തം യുക്തിക്കനുസരിച്ച് മനുഷ്യൻ നീങ്ങി. ഒടുവിൽ ഇതാ മനുഷ്യന്റെ പരാജയം മനുഷ്യൻ കാണുവാനായിട്ട് അവനിൽ തന്നെ ആശ്രയിക്കുവാൻ തുടങ്ങി. അവനിൽ തന്നെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെ അവലക്ഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. സ്ത്രീകൾ അവലക്ഷണം ചെയ്യാൻ തുടങ്ങി, പുരുഷന്മാർ അവലക്ഷണം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയോ എന്തൊക്കെയാ സംഭവിച്ചത്. 29-ാമത്തെ വാക്യം, പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. ദൈവം അവരെ ഏൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം അവരിൽ തന്നെയുള്ള നികൃഷ്ട ബുദ്ധി വർദ്ധിച്ചു. ഹല്ലേലൂയ. അല്ല, ദൈവം അവരെ അതിനകത്ത് തള്ളിയിട്ടെന്ന ആശയമില്ല. നികൃഷ്ട ബുദ്ധി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ അവർ വർദ്ധിച്ചു. അതിൽ വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടോ, സകല അനീതിയും ചെയ്യാൻ തുടങ്ങി. പിന്നെ ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റകൾ, ഈ വക പ്രവർത്തിക്കുന്നവരായി അവർ മാറി. എപ്പോ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞപ്പം മനുഷ്യൻ്റെ അകത്തുള്ള ഈ സ്വഭാവങ്ങളെല്ലാം പുറത്തു വന്നു. എന്നാൽ ഈ സ്വഭാവം മാറണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്തേച്ചാൽ മതി. ഈ ദൈവത്തെ പരിജ്ഞാനത്തിലൊന്ന് ധരിച്ചേച്ചാൽ മതി. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. 2-3 പേർക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. പക്കത്തിലിരിക്കുന്ന അടുത്തിരിക്കുന്ന 2-3 പേർക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വിസ്മരിച്ചു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട പദം ഇതാണ്: യേശുവിനെ തിരിച്ചറിവിൽ ധരിക്കുക. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവിനെ തിരിച്ചറിയുക. തിരിച്ചറിവിൽ യേശുവിനെ ധരിക്കുക. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, തിരിച്ചറിവിൽ യേശുവിനെ ധരിക്കുക. ധരിക്കുന്നതോടെ ഒഴിഞ്ഞു പോകുന്നതാണ് ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കപടം, കാപട്യം, ദുർശീലം, കുരുള, ഏഷണി, ദൈവദോഷം, നിഷ്ഠൂരത, ഗർവിഷ്ഠത, ആത്മപ്രശംസ, പുതുദോഷം സങ്കല്പിക്കുന്ന അവസ്ഥ. ഇത് മുഴുവൻ മാറിപ്പോണമെങ്കിൽ കരമടിച്ചിട്ട് കാര്യമില്ല. ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. കാരണം ഈ കർത്താവ് വന്നിട്ടല്ലാതെ ഇതിനകത്തൊന്നും ജയമെടുക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇതിനകത്ത് ജയമെടുക്കാൻ എന്നെ കൊണ്ട് സ്വയമായി കഴിയുകയില്ല. യേശുവിനെ വിശ്വസിക്കുമ്പോൾ യേശു എനിക്ക് ജയം തന്നിട്ടല്ലാതെ ഇതിനകത്ത് സ്വയമായി എനിക്ക് ജയിക്കാൻ പറ്റുകയില്ലെന്ന് ആര് പറയുന്നു? അവര് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുകയാണ്. അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുമ്പോൾ എന്താ വചനം പറയുന്നതെന്നറിയാമോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുമ്പോൾ അവരാളും മാറുകയാണ്. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും സ്വഭാവത്തിനുടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മാറ്റാൻ ഞാൻ പ്രസംഗിക്കുന്ന ഉപദേശത്തിന് കഴിയത്തില്ല, എൻ്റെ പ്രസംഗത്തിന് കഴിയത്തില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന പ്രസംഗത്തിലൂടെ വെളിപ്പെടുന്ന യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ ഈ യേശുവിനെ നിങ്ങളൊന്ന് ധരിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ സ്വാഭാവിക ഭോഗങ്ങൾ, സ്വഭാവ വിരുദ്ധമായത് സ്വഭാവത്തിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പം ലോകത്തിൽ ഇത്തരത്തിലുള്ള അനീതി കാണുമ്പം സഹതാപമാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ ശിക്ഷ വരുമല്ലോ എന്ന് ഓർത്ത് ഇവർക്കൊക്കെ കിട്ടാനിരിക്കുന്നതാണ് എന്ന് ചിന്തിച്ച് നെഞ്ചും നെറ്റിയും വിരിച്ച് നടക്കുകയല്ല ചെയ്യണ്ടേ. ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, താഴെ വായിച്ചില്ലേ, ഏഷണിക്കാർ, ദൈവദോഷ നിഷ്ഠൂരന്മാർ, അല്ലേ 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 ബുദ്ധിഹീനർ, നിയമലംഘികൾ, ഇങ്ങനെയുള്ളവർ ലോകത്ത് പെരുകുമ്പോൾ ദൈവമക്കൾ നിറയേണ്ടത് കർത്താവിൻ്റെ പരിജ്ഞാനത്തിലാണ്. കർത്താവിൻ്റെ പരിജ്ഞാനത്തിലാണ്. ഇതിനു വേണ്ടിയാണ് ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവേ, കാട്ടാക്കട ദേശത്ത് ഉപദേശം വെളിപ്പെടണമേ എന്നല്ല, കർത്താവേ, കാട്ടാക്കട ദേശത്ത് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വീഴട്ടെ. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വീഴട്ടെ. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വീണാൽ
ഇവയെല്ലാം അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇവയിലേക്ക് മനുഷ്യൻ വീണത്? 28-ാമത്തെ വാക്യം വളരെ ക്ലിയർ ആണ്. റോമാലേഖനം 1-ാം 28-ാമത്തെ വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ. കണ്ടോ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞപ്പോഴാ ഇതിലേക്കെല്ലാം പോയി. അപ്പൊ പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കുമ്പോഴോ, പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാൻ ഇഷ്ടമില്ലാത്തപ്പോഴാ ഇതിലേക്കൊക്കെ പോയി. ഏതിലേക്കാ? താഴേക്ക് ഞാൻ വലിയ ലിസ്റ്റ് വായിച്ചില്ലേ? അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കാപട്യം, ദുർശീലം, കൊരള, ഏഷണി, ദൈവദോഷം, നിഷ്ഠൂരത, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഇങ്ങനെ ആയി മാറിയത് ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുമ്പോൾ ഈ സ്വഭാവത്തിനകത്തുനിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയല്ല, നിങ്ങൾ ധരിച്ചവൻ നിങ്ങളെ രക്ഷിക്കുകയാണ്. ഓ, കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ പരിജ്ഞാനത്തിൽ ധരിച്ചവൻ നിങ്ങളെ ഈ സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടുകയല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് സ്വയമായി രക്ഷപ്പെടാൻ കഴിയുമെന്ന്. എനിക്ക് സ്വയമായി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്കൊരു രക്ഷകന്റെ ആവശ്യമില്ലായിരുന്നു, എനിക്കൊരു സേവ്യറിന്റെ ആവശ്യമില്ലായിരുന്നു. എനിക്കൊരിക്കലും സ്വയമായി രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് എനിക്കൊരു രക്ഷകനെ കിട്ടിയത്. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. 22 മുതലുള്ള വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഓ, പുതിയ മനുഷ്യനെ. ഒന്നെല്ലാവരും ചേർന്ന് പറഞ്ഞേ, പുതിയ മനുഷ്യനെ. വായി തുറന്ന് പറഞ്ഞേട്ടെ, പുതിയ മനുഷ്യനെ, പുതിയ മനുഷ്യനെ. ഹല്ലേലൂയ. പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഏതായി പുതിയ മനുഷ്യൻ? ഏതായി പുതിയ മനുഷ്യൻ? പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ ഏതാ? അറിയാവുന്നവർ പറഞ്ഞേ, പരിജ്ഞാനത്തിൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ ഏതാ? നിങ്ങൾ സ്വീകരിച്ച യേശുവിനെ സ്വീകരിച്ചപ്പോൾ, യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ സ്വീകരിച്ച ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. 2-3 വാക്യങ്ങളോടെ ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. വേഗത്തിൽ ശ്രദ്ധിച്ചാട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം വന്നെടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം വന്നെടുത്തേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം വന്നെടുത്തേ. എങ്ങനെയാണ് ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുന്നതെന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്. ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യം. യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്തത്, ക്രിസ്തുവിനോട് ചേരുവാൻ. കണ്ടോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിച്ചിരിക്കുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. അപ്പൊ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുകയായിരുന്നു. എങ്ങനെ? പരിജ്ഞാനത്തിൽ ധരിക്കുകയായിരുന്നു. എന്നായിരുന്നു റോമാലേഖനം 1-ാം അധ്യായത്തിലെ വിഷയം? നിങ്ങൾക്ക് 20 റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20 കണ്ടോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞതിനൊത്തവണ്ണം ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾവി. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കോ ഈ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമുണ്ടായി. ഇഷ്ടമുണ്ടായപ്പോൾ എന്താ സംഭവിച്ചേ? 3:26 കണ്ടില്ലേ? 3:26 കണ്ടില്ലേ? യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത പദം കണ്ടില്ലേ? ഉറക്കെ പറ. അടുത്ത പദം. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഓ, കരമടിച്ചെന്ന് യേശുവിനെ മഹത്വം കൊടുത്തു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അവനെ പരിജ്ഞാനത്തിൽ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിൽ അശുദ്ധി, അനുരാഗം, കാപട്യം, ദുഷ്ടത ഇത് കാണുമ്പം അയ്യോ ലോകം മുഴുവൻ നശിക്കാൻ പോകുന്നു എന്നല്ല ചിന്തിക്കണ്ടേ. കർത്താവിന്റെ പരിജ്ഞാനത്തിൽ ലോകം തികയുന്ന സമയമാകാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അപ്പൊ എൻ്റെ വീടിനടുത്ത് കാപട്യവും ദുഷ്ടതയും
നിറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അവനെ കണ്ട് അവനെ പോലെ ആകാനല്ല എന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ അവൻ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഈ പരിജ്ഞാനം അവൻ്റെ ഉള്ളിൽ കിട്ടിയാൽ നിങ്ങളെക്കാട്ടിലും നല്ല വിശ്വാസിയായി അവൻ മാറും. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. അതിനുവേണ്ടി യേശുവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആർത്തു വിളിച്ച കരമടിച്ചൊന്ന് യേശുവിനെ സ്തുതിച്ചു. ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേലെ അത് ഇറങ്ങട്ടെ. നോക്ക, യേശു നിന്നെ ഇപ്പൊ സ്പർശിക്കാൻ പോവാ. അവളുടെ ജീവിതം മാറുകയാണ്. അവളുടെ ജീവിതം മാറുകയാണ്. ആ കുഞ്ഞിന്റെ ജീവിതം മാറുകയാ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇങ്ങനെയാണോ സ്തുതിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, കാട്ടാക്കടയുടെ ഉത്സവത്തിന്റെ ദിവസങ്ങളായത്. ചരിത്രത്തിലെങ്ങും കേട്ടിട്ടില്ലാത്ത അതിശയങ്ങൾ. പുതിയ ജീവിതത്തിലേക്ക് യേശു നിന്നെ നയിച്ചിരിക്കുകയാടാ. കർത്താവിന്റെ പുതിയ ജീവിതം നിന്റെ ഉള്ളിൽ വന്നിരിക്കുക മോനെ. യേശുവിന്റെ മഹാശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അത് അടിക്കുന്നു. ഇപ്പോഴും ഈ കുഞ്ഞിനെ മേലെ അത് അടിക്കുന്നു. അതിനെ വല്ലയിടത്തും കൊണ്ട് ഇരുത്തിക്കും. സൗഖ്യമാണ്. എന്തായിരുന്നു പേര്? വത്സല. എവിടുന്ന് പറഞ്ഞത്? ചീനിവിള. നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു. ചീനിവിളയിലെ വത്സമയ്ക്കും ഇതേ പ്രശ്നമുണ്ട് ഇവിടെ, ഇല്ലേ? ഓപ്പറേഷത്തിന് വെച്ചിരിക്കണത് ഇന്ന് കാണാതെ പോവും. ഇനി ഓപ്പറേഷൻ വേണ്ട, ഇന്ന് കാണാതെ പോവും. ഇപ്പൊ കാണാതെ പോവും. അതിന്റെ പിന്നിലെ ആത്മാവേ ഇറങ്ങ, 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 ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. പിടിച്ചോണം. ആ ദുരാത്മാവ് ശരീരം വിട്ട് ഇളകി പോവുക. ഇന്ന് അവള് സൗഖ്യമായിരിക്കുക. കരമടിച്ചോ യേശുവിനെ മഹത്വം. ഞെട്ടും. ഇപ്പൊ ഞെട്ടും. നീ തപ്പിക്കോ. നീ കൊണ്ടുവന്ന സാധനം അവിടെ ഉണ്ടോ? തപ്പിക്കോ. ഉറക്കേ. ഇല്ല.